കേട്ടോ. എന്താ നോക്ക്, ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ സന്തോഷമുള്ള ദിവസമായിട്ട് എനിക്കിന്ന് KSRTCയുടെ എൻ്റെ ആദ്യത്തെ ഫ്രീ ടിക്കറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആയതുകൊണ്ട് ഞാൻ എൻ്റെ യോഗ ക്ലാസ്സിൽ വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ വൈക്കത്തുനിന്ന് എനിക്ക് KSRTC കിട്ടിയില്ല, കാരണം ഒരു 8 മണിക്ക് ഒരു അമൃത ബസ് ഉണ്ട്. പക്ഷേ ഇന്ന് സൺഡേ ആയ കാരണം ഇല്ലെങ്കിൽ പണിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റിലാണ് വന്നത്. 38 രൂപയാണ് അവിടെ നിന്നുള്ള ടിക്കറ്റ്. അപ്പോൾ വൈറ്റില വന്ന് ഇപ്പോൾ ഒരു ആലുവ LS കിടക്കണ്ട. ഞാൻ പാലാരിവട്ടത്ത് ഇറങ്ങാൻ വേണ്ടി വേഗം കയറി. ഇതൊന്നും ഓർത്തില്ല കേട്ടോ. കയറി കഴിഞ്ഞ് പൈസ കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഫ്രീ ടിക്കറ്റാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ എൻ്റെ ആദ്യത്തെ KSRTC ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സീറ്റിലിരുന്ന 2 ലേഡീസ് ഉണ്ട്. അവരിപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യോഗ ക്ലാസ്സിലോട്ട് പോവാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി യോഗ ഡേ. എല്ലാവരും യോഗ ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസമായിട്ട് യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും യോഗയൊക്കെ ചേരുക. അപ്പോൾ യോഗ ഫോർ ഹാപ്പി ഏജിങ്, വെൽബീയിങ് ആൻഡ് വേൾഡ് പീസ്. ഓക്കെ, അങ്ങനെ ഞാൻ വൈറ്റില ഹബ്ബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു വൈക്കം LS കിട്ടിയിട്ടുണ്ട്. പ്രിയദർശിനി ബസ്സാട്ടോ. ഞാനിപ്പോൾ ഇതിലാണ് പോകാൻ പോണത്. അങ്ങനെ ഞാൻ വൈക്കത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല മഴക്കാറുണ്ട്. ഇപ്പൊ 3:30 മണിയായി. ഇനിയിപ്പോ ഞാൻ വീട്ടിലോട്ട് നടക്കും കേട്ടോ. ഇന്ന് ഞായറാഴ്ച ഉണ്ടേ. ഈ റൂട്ട് ബസ് കുറവാന്ന് തോന്നുന്നു, ടിവിപുരം റൂട്ട്. അറിയില്ല, നോക്കിന്നാ ബസ് കിട്ടുവാന്ന്. മഴ വരണുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും വേഗം നടക്കുമോ. ഇവിടെ നിന്നൊരു ഏകദേശം 1.25-2 കിലോമീറ്റർ താഴെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് KSRTCന്റെ ഫ്രീ ടിക്കറ്റ് കിട്ടി കേട്ടോ. ഞാൻ എറണാകുളം നിന്ന് വൈക്കം വരെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്ത് വന്ന്. പരിപാടി കൊള്ളാല്ലേ, രസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. കൊള്ളാം. പോലെ ജോലി കൂലിയൊക്കെ ഇല്ലാത്തവർക്ക് ഹോട്ടലിൽ പോകണമെങ്കിലൊക്കെ പറഞ്ഞ പോലെ ആരുടെ മുമ്പിൽ കൈ നീട്ടുണ്ടല്ലോ. എറണാകുളം നിന്ന് വൈക്കം വരെ 38 രൂപയാട്ടോ. അപ്പോൾ അതാണിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ. എന്തായാലും പരിപാടി കൊള്ളാട്ടോ. ഞാനിപ്പോൾ ബസ് നോക്കില്ല കേട്ടോ. ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയദർശിനി സ്ത്രീകളുടെ സൗജന്യ യാത്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട്. നമ്മുടെ പെട്ടെന്ന് നെയിം ബോർഡ് നോക്കിയിട്ടല്ല ബാങ്ക് കയറുക. ഞാനതൊന്നും കണ്ടില്ല. ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ചില്ലിൽ ഇതൊക്കെ എഴുതി വെച്ചേക്കണുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇപ്പോൾ സർക്കാരിന് നമസ്കാരം, വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെന്താ വെച്ചാൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പരാതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പെണ്ണുങ്ങൾക്ക് ഉള്ളൂ, ആണുങ്ങൾക്കില്ല, കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി
ജനകീയ ആരോഗ്യ കേന്ദ്രം. അങ്ങനെ നടന്ന് നടന്ന് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്.